ഹലോ. നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് 2026 കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. സോ ആ ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സിലെ ഇൻകം ടാക്സിലെ ഹൈലൈറ്റ്സ് ആണ് നമ്മളിന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓവറോൾ ഏറ്റവും പ്രധാനമായി സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ രാജ്യം പുതിയ ഇൻകം ടാക്സ് നിയമത്തിലേക്ക് മാറുകയാണ്. ഇൻകം ടാക്സ് ആക്ട് 2025 ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും എന്നാണ് അറിയിച്ചത്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറയുകയുണ്ടായി. പക്ഷെ അന്ന് നമുക്ക് നിയമം പൂർണ്ണമായി വന്നിരുന്നില്ല. അതിനുശേഷം നിയമം അവർ പുറത്തുവിട്ടു, നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് പുറത്തുവിട്ടു, പിന്നെ അതിനെ ഫൈനലൈസ് ചെയ്തു. ഇപ്പോൾ ഈ ബഡ്ജറ്റ് ആയപ്പോഴത്തേക്കും ആ ഒരു വർഷത്തിനിടയിൽ ഗവൺമെൻറ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ, അതിന് വേറെ യാതൊരു തരത്തിലുള്ള എക്സ്റ്റൻഷനും ഇല്ല. നിലവിലുള്ള നിയമം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ പുതിയ നിയമത്തിലേക്ക് മാറുക. കാരണം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ചില അസസ്മെൻറ്റ് പ്രൊസീഡിങ്സിനൊക്കെ വേണ്ടിയിട്ട് ആ നിയമം നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ മെയിനായിട്ടുള്ള ഇതായിട്ട് പുതിയ നിയമത്തിലേക്കായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് മാറുമ്പോൾ ഒരു നിയമത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ആക്ട് മാത്രമല്ല, അതിൻ്റെ റൂൾസ് വേണം, അതിൻ്റെ ഫോംസ് വേണം, ഇതെല്ലാം വേണം. പക്ഷേ നിയമത്തിൽ ഒന്നാമതായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ പുതിയ ആക്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂൾസും ഫോംസും ഒക്കെ ഉടനെ നോട്ടിഫൈ ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇതുവരെ നോട്ടിഫൈ ചെയ്തില്ല. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു ബഡ്ജറ്റിനോടുകൂടി തന്നെ, ബഡ്ജറ്റിനോടൊപ്പം തന്നെ ആയിരിക്കും, ബഡ്ജറ്റിൻ്റെ കൂടെ ബില്ലിനോടൊപ്പം അല്ല, പക്ഷേ ഒരുപക്ഷെ ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് റൂൾസും ഫോംസും ഒക്കെ പുറത്തിറക്കി നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുന്ന തരത്തിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഇപ്പോൾ 2026 ഏപ്രിൽ, ഇനിയിപ്പോൾ 2 മാസം കൂടിയേ ഉള്ളൂ, 1 മാസം കൂടിയേ നമുക്കുള്ളൂ. ഫെബ്രുവരി ആയി, ഇനി മാർച്ച്, ഏപ്രിലോടുകൂടി നമ്മൾ പുതിയ നിയമത്തിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ ഇതുവരെ നമുക്കതിൻ്റെ ഫോംസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല. അതിൻ്റെ റൂൾസ് ഏറ്റവും പ്രധാനപ്പെട്ട അതും എന്ത് ചെയ്തിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല. അത് ഉടനടി പുറത്ത് വിടുമെന്നാണ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിലെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ആ ഒരു കാര്യം അതാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ റൂൾസൊക്കെ പുറത്ത് വന്നാൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ പ്രാക്ടീസിൻ്റെ കേസിൽ മാത്രമല്ല, ഈവൻ പഠിക്കുന്ന കുട്ടികളെ പറ്റിയായിരുന്നാലും, ഇനി വരുന്ന പ്രൊഫഷണൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചായിരുന്നാലും, ഇപ്പം നമ്മൾ ആ ഒരു മേഖലയും കൂടെ കവർ ചെയ്ത് വേണമല്ലോ നമുക്ക് സംസാരിക്കുമ്പോൾ പറയാനായിട്ട്. അപ്പോൾ അടുത്ത വരുന്ന അറ്റംപ്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഈ നിയമമായിരിക്കും ബാധകമാവുക. മെയ് 2027 CA എക്സാമിനേഷനൊക്കെ ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ റൂൾസ് പുറത്ത് വരാതെ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എക്സാമിനേഷനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് കമ്പനി ലോയും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. കമ്പനി ലോ 2013 വന്നപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള റൂൾസ് ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അന്ന് 2013 ഉണ്ടായിരുന്നു. അത് ഇൻകം ടാക്സ് നിയമത്തിലും ഉണ്ടാവാതിരിക്കട്ടെ. കമ്പനി ലോ പോലെ അല്ല ഇൻകം ടാക്സ് നിയമം, കുറച്ചുകൂടി വലിയ നിയമമാണ്, വലിയ ആപ്ലിക്കബിലിറ്റി ഉള്ള നിയമമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ സിവിയറിറ്റി വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. യെസ്. സോ അതിനകത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇൻകം ടാക്സ് റൂൾസ് ആൻഡ് ഫോംസ് വിൽ ബി നോട്ടിഫൈഡ് ഷോർട്ട്ലി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഉടനടി നോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗിവിങ് ആഡിക്വേറ്റ് ടൈം ടു ടാക്സ് പേയേഴ്സ് ടു അക്വൈൻറ്റ് ദംസെൽസ് വിത്ത് ദി റിക്വയർമെൻറ്റ്. നമുക്ക് ഇനഫ് ടൈം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. The forms are stated to be redesigned so that ordinarily citizens can comply without difficulty. സാധാരണക്കാരന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, ഓക്കെ, അതായിരിക്കും ഒരുപക്ഷെ സമയം എടുക്കുന്നത്. നമുക്ക് ഫോം വന്നു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ചില പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്, ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നത്, മറ്റൊന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ല, ഇൻക്രീസാണ്. STT അറിയാലോ. STT പർപ്പസ് തന്നെ, നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷന് STT കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് ക്യാപിറ്റൽ ഗെയിനുകളെ ഒഴിവാക്കാൻ വേണ്ടി, ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ STT അന്ന് 2004 ആ സമയത്ത് STT ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ STT ഇപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഘട്ടം ഘട്ടമായിട്ട് STT അവർ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് പറയാം STT ഇൻക്രീസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലല്ലേ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് ഇൻകം അല്ലേ ഉണ്ടാകുന്നത്, ക്യാപിറ്റൽ ഗെയിനെ അത് ബാധിക്കുന്നില്ലല്ലോ. എല്ലാം ന്യായമാണ്.
എല്ലാം ഇതിൽ തുടക്കമിട്ട് വയ്ക്കുകയാണ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രമേണ അത് ഇക്വിറ്റീസിലേക്ക് മാറും. വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് STT ലെവി ചെയ്യുന്നത് കൊണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻ റേറ്റ് കുറച്ച് വെച്ചിരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ തന്നിരുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15% ടാക്സ് അടച്ചാൽ മതി, നിങ്ങൾ STT പേ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ന്യായമായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോഴത്തേക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് 15% എന്നുള്ളത് 20% ഉയർത്തി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10% എന്നുള്ളത് 12% ഉയർത്തി. അപ്പോൾ ടാക്സിൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ STT എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ശരി, ഇക്വിറ്റീസിലല്ല, ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വരുമാനം ഉണ്ടാക്കണ്ട. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണക്കാരന് പറ്റിയ ഒരു സംഭവമല്ല. അത് കുറേ വലിയവന്മാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. സാധാരണക്കാരൻ അവൻ്റെ കയ്യിലിരിക്കുന്ന 1 ലക്ഷമോ 2 ലക്ഷമോ കൊണ്ട് മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല എന്ന ഒരു ഡിക്ലറേഷനാണ്. അതായത് ഒരാളുടെ ട്രേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ആളുടെ ബിസിനസ് ചെയ്യാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ വന്നിരിക്കുന്നത്. എന്തൊരു ഇൻക്രീസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം മാർക്കറ്റിൽ വന്നിരിക്കുന്ന വലിയൊരു ഇടിവ്, മാർക്കറ്റ് ശക്തമായിട്ടുള്ളൊരു ഇടിവുണ്ടായി. മാർക്കറ്റിൽ ആ ശക്തമായിട്ടുള്ളൊരു ഇടിവിൽ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. പോട്ടെ, അതൊക്കെ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള, സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇന്നത്തെ ദിവസം, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം അത് കയറിയിട്ടുണ്ട്. ഇന്ത്യ US ട്രേഡ് ഡീലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകൾ വന്നപ്പോൾ അത് ഗംഭീരമായിട്ട് മാർക്കറ്റ് തിരിച്ചു ഉയരുകയുണ്ടായി. അപ്പം മാർക്കറ്റിൽ അതൊക്കെ കയറ്റോ ഇറക്കോ എല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നോക്കൂ, ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, STTയിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന STTയിൽ വന്നിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്, ഹ്യൂജ് ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. 0.02% നിന്ന് 0.05%ലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ STT ഫ്യൂച്ചേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതറിയാം, അവർക്ക് വരുന്ന ചാർജസ് എത്ര രൂപയാണ് ഇതുകൊണ്ട് ഇൻക്രീസ് ആവാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ ചെറിയ എമൗണ്ടിലൊന്നും ആയിരിക്കില്ല ട്രേഡ് നടക്കുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലായിരിക്കും ട്രേഡ് നടക്കുന്നത്, നല്ലൊരു എമൗണ്ടിലായിരിക്കും ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജിൽ വന്നിരിക്കുന്ന ചേഞ്ച് വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വന്നിരിക്കുന്ന വ്യത്യാസം, ഓപ്ഷൻ ട്രേഡിങ്ങിലും ഇതേ STTയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 0.1% അല്ലെങ്കിൽ 0.125% ആയിരുന്നു. ഒന്ന് ഓപ്ഷൻ ട്രേഡ്, ഒന്ന് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. ആ ഒരു റേറ്റിൽ നിന്ന് 0.15%ലേക്കുള്ള ഒരു ഹ്യൂജ് ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അത് ദശാംശം എന്നല്ലേ, പക്ഷെ അതങ്ങനെയല്ല. അത് നിങ്ങൾ എമൗണ്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു വലിയ ചേഞ്ചാണ്. ഒരു ട്രേഡർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന തുകയിൽ വരുന്ന ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഒരു ട്രേഡർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ പരമാവധി റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അടിച്ച് പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഈ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പം അതാണ് മനസ്ഥിതി. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് പിന്നെ കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. യെസ്, അപ്പോൾ അതാണ് STTയിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം. മറ്റൊരു വ്യത്യാസം വന്നിരിക്കുന്നത് TCS റേറ്റുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. TCS റേറ്റുകൾ മിക്കവാറും എല്ലാം 2%ലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പല റേറ്റുകൾ ഉണ്ടായിരുന്നതെല്ലാം 2%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തേക്കുള്ള റെമിറ്റൻസുകൾ, അതുപോലെ തന്നെ ടൂർ പാക്കേജുകൾ, ഇതിൻ്റെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വിദേശ ടൂർ പാക്കേജ്, ഇതിനെല്ലാത്തിനും നമുക്ക് 5% മുതൽ 20% വരെയൊക്കെയാണ് നമുക്ക് TCS റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5% എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ 2% കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് വശം. So budget proposes to reduce TCS rate to 2% on sale of overseas tour program package, replacing the existing rate of 5%. Without any threshold. The further TCS rate for remittance for education and medical purpose under liberalized remittance scheme proposed to be reduced from 5% to 2%. അതുപോലെ വിദേശത്തേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനും മെഡിക്കൽ പർപ്പസിനും ഒക്കെ നമ്മൾ അയക്കുമ്പോൾ 5% എന്നുള്ളത് ഇപ്പോൾ 2% കുറച്ചിട്ടുണ്ട്. പിന്നെ ലോൺ എടുത്താണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നത് 0.5%, അതിന് മാറ്റമൊന്നുമില്ല. അത് ഓൾറെഡി കുറവ് തന്നെയാണ്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ ചില പ്രോഡക്റ്റുകളുടെ വിൽപ്പനയുടെ മേളിൽ TCS ഉണ്ടായിരുന്നു. ആൽക്കഹോളിക് മദ്യം വിൽക്കുമ്പോൾ TCS റേറ്റ് ഉണ്ടായിരുന്നു. അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് 1%-ൽ നിന്ന് 2%-ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മിനറൽസ് ലൈക്ക് കോൾ, ലിഗ്നൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം 1%-ൽ നിന്ന് 2%-ലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ സ്ക്രാപ്പ്, അയൺ ഓർ ഇതെല്ലാം തന്നെ 1%-ൽ നിന്ന് 2%-ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. 10 ലീവ്സ് അത് റേറ്റ് കുറയ്ക്കാനുണ്ടായത് 5%-ൽ നിന്ന് 2%-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്. പുതിയ നിയമത്തിനകത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ചേഞ്ച്. ഇപ്പോൾ നിലവിൽ നമുക്ക് നോൺ ഓഡിറ്റ് കേസുകളാണെങ്കിൽ 31 ജൂലൈ ആയിരുന്നു. ITR 1-നും ITR 2-നും ഇപ്പോഴും 31 ജൂലൈ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ITR 3 ഉപയോഗിക്കുന്നവർ നോൺ ഓഡിറ്റ് കേസുകൾ PGBP ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന ആൾക്കാർ, ITR 3 ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ട്രസ്റ്റുകൾ, ഇവർക്കെല്ലാം തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31 ഓഗസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ്. പക്ഷേ ഓഡിറ്റിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഓഡിറ്റിൽ വലിയൊരു അടി വന്നിട്ടുണ്ട്. ഓഡിറ്റിൻ്റെ കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ എന്താണ് ഒരു ശരിക്കും പേടിപ്പിക്കുന്ന തരത്തിൽ, CA-ക്കാരെ ശരിക്കും വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു അമെൻമെൻറ്റ് ഇത്തവണ വന്നിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ്. സോ ഇതാണ് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ITR 1-ഉം 2-ഉം പഴയതുപോലെ തന്നെ 31 ജൂലൈ ആണ്. അതിപ്പോൾ 31 ഓഗസ്റ്റിലേക്ക്. ITR 3 എന്നുള്ളത് നോൺ ഓഡിറ്റ് കേസുകളും ട്രസ്റ്റുകളുടെ കേസിലും അത് 31 ഓഗസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന മാറ്റം. പിന്നീട് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ സംഭവിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞതിന് മുന്നിൽ നടന്ന ബഡ്ജറ്റിൽ, കഴിഞ്ഞതിന് മുന്നിലത്തെ 2024 ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. ഈ ബൈബാക്ക് ഷെയർ നടന്നു, ഷെയർസ് ബൈബാക്ക് വരുന്ന സമയത്ത് ബൈബാക്ക് ചെയ്ത് നമുക്ക് വരുന്ന കാശ് മുഴുവൻ നിങ്ങൾ ഡിവിഡൻഡ് ഇൻകമായിട്ട് കണക്കാക്കാൻ പറഞ്ഞു. ബൈബാക്ക് ചെയ്ത് കിട്ടുന്ന മുഴുവൻ നിങ്ങൾ ഡിവിഡൻഡ് ഇൻകമായിട്ട് കണക്കാക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനെ 222F എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ടുവന്നു. 222F എന്നുള്ള സെക്ഷൻ വഴി ഡീംഡ് ഡിവിഡൻഡ് ആക്കി മാറ്റിയായിരുന്നു. എന്നിട്ട് ഈ ബൈബാക്കിൻ്റെ മേളിൽ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട. ഷെയറിൻ്റെ പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ആ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മുഴുവൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് മാറാം. ഈ വിറ്റ് കിട്ടുന്ന ഈ ബൈബാക്കിലൂടെ കിട്ടുന്ന അത് മുഴുവൻ നിങ്ങൾക്ക് എന്താണ് ഡിവിഡൻഡ് ഇൻകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. ബൈബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക ഡിവിഡൻഡ് ഇൻകമായിട്ട് എന്ത് ചെയ്യണം? കണക്കാക്കണം. കോസ്റ്റ് ഓഫ് ബൈബാക്ക് നടക്കുമ്പോൾ കിട്ടുന്ന തുക ഡിവിഡൻഡ് ഇൻകമായിട്ട് കണക്കാക്കണം. ആ ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലോസ്, ലോങ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ട് അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അവരുടെ. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ പറയുന്ന ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അത് വേറെ ഒരു ക്യാപിറ്റൽ ഗെയിനും വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആയി പോവുകയും ചെയ്യും. ഈ ഡീംഡ് ഡിവിഡൻഡ് ഇൻകമാണ്. ഡിവിഡൻഡ് ഇൻകം അത് അതർ സോഴ്സിലോട്ട് പോകുമ്പോൾ അതിന് വേറെ ടാക്സബിലിറ്റി വരും. സോ അങ്ങനെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇപ്പം ഇവർക്ക് ബോധോദയമുണ്ട്, ഇത് വീണ്ടും തിരിച്ചുകൊണ്ടു. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ടാക്സ് അടച്ച ആൾക്കാർ എന്ത് ചെയ്യും? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളാരും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനൊന്നും ആൾക്കാരല്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിത് കാണുന്ന ആൾക്കാരല്ലേ, നമ്മളിത് പഠിപ്പിക്കുന്ന ആൾക്കാരല്ലേ ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ ചോദിച്ചു പോകുന്നതാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്ന സംഭവമല്ല ഇതൊന്നും. അത് നമ്മൾ അതിനൊന്നും കുറ്റപ്പെടുത്താനും നമ്മൾ ആൾക്കാരല്ല എന്ന് തന്നെ വെച്ചോളൂ. നമ്മളൊരു സാധാരണ ടാക്സ് പേയർ രാജ്യത്ത് അത്ര അങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന. ഇപ്പോൾ ഇതാ നോക്കി, ബൈബാക്കിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന കാശ് വീണ്ടും തിരിച്ച് അതിന് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. സോ ഫിനാൻസ് ബിൽ 2026 proposes to tax consideration received by on buyback of shares under the head capital gain instead of treating it as dividend income. ഇപ്പോൾ ഇനി ഡിവിഡൻഡ് ഇൻകം അല്ല, അപ്പോൾ ഇത് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഇനി ഇത് വേണ്ട. യെസ്, ഇൻ കേസ് ഓഫ് ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റിലും വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ പ്രൊമോട്ടർ ഈ പറയുന്ന ബൈബാക്കിലൂടെ പ്രൊമോട്ടർ ലാഭം ഉണ്ടാക്കാതിരിക്കുക, ഡിസ്ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വരുന്ന ടാക്സ് റേറ്റ് ഇപ്പോൾ ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ 20% ടാക്സ് വരില്ല, അതിൻ്റെ കൂടെ ഒരു 10% ടാക്സ് കൂടെ അടയ്ക്കണം. എന്ന് പറയുമ്പോൾ ഒരു
30% വരെ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലോങ് ടേം ആണെങ്കിൽ 12.5 അടയ്ക്കണം, അതിൻ്റെ കൂടെ 17.5% കൂടി എക്സ്ട്രാ അടയ്ക്കണം. അപ്പോൾ ഒരു 30% ടാക്സാണ് അവർക്ക് അടയ്ക്കേണ്ടി വരിക ഇൻ കേസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഈ ബൈബാക്കിലൂടെ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് 22% അവർക്ക് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത് നോൺ കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ 30%, കോർപ്പറേറ്റ്സ് ആണെങ്കിൽ 22% ഇപ്പോൾ നിലവിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ടാക്സ് റേറ്റ്. പിന്നെ മറ്റൊരു സംഭവം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അതും ഒരു വരുമാന മാർഗമായിട്ടാണ് സർക്കാർ അതിനെ കണ്ടിരിക്കുന്നത്. റിവൈസ്ഡ് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് 31 ഡിസംബർ വരെ കൊണ്ട്. എന്തിനാ മുമ്പ് നമ്മൾ 31 മാർച്ച് വരെ ഉണ്ടായിരുന്നു. 31 മാർച്ച് വരെ നമ്മൾ ഫയൽ ചെയ്തുകൊണ്ടിരുന്നതാണ് 31. അതിനെ എടുത്ത് 31 ഡിസംബർ ആക്കി. നിനക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിനക്ക് ഇനി സമയമില്ല. ഓക്കെ, ഇങ്ങനെ ഇട്ട് ഞെരുക്കി എന്നിട്ട് 31 ഡിസംബർ ആക്കി. ഇപ്പോൾ ഇതാ പറയുന്നു ശരി നമ്മൾ അതിനെ അങ്ങ് മാറ്റി തന്നിരിക്കുകയാണ്. 31 ഡിസംബറിൽ നിന്ന് മാറ്റി തിരിച്ച് വീണ്ടും നിനക്ക് 31 മാർച്ച് വരെ നിനക്ക് എന്ത് ചെയ്യാം, റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷേ നീ ഫൈൻ അടയ്ക്കണം. അപ്പോൾ 31 ഡിസംബർ വരെ തന്നെയാണ് ഇപ്പോഴും സമയം. പക്ഷെ നിനക്ക് വേണേൽ 3 മാസം കൂടെ നമ്മൾ തരാം. പക്ഷെ നീ എന്ത് ചെയ്യണം, ഫൈൻ അടയ്ക്കണം. എന്താ സ്നേഹം. ഇപ്പോൾ നമ്മൾ റിവൈസ് റിട്ടേൺ തെറ്റിപ്പോയി, നീ ഫയൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. മറ്റേ പിടിച്ചുപറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നും കാണാതൊന്നുമല്ല. 31 ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതിലേക്ക് പോകേണ്ടി വരും, അപ്ഡേറ്റഡ് റിട്ടേണിൽ ഒന്നും നടക്കില്ല. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേണിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ ബഡ്ജറ്റ് തന്നെ ഉണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ്. സോ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നുള്ളത് എല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. യെസ്, കഴിവുള്ളവർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുകയാണ് 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നീ 1000 രൂപ ഫൈൻ അടയ്ക്കണം, നിനക്ക് റിവൈസ് ചെയ്യാം. 5 ലക്ഷത്തിന് മേളിലാണെങ്കിൽ നീ 5000 രൂപ ഫൈൻ അടച്ച് നിനക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. മികച്ച തീരുമാനം. പിന്നെ മറ്റൊരു വലിയ കാര്യമാണ് ഡിവിഡൻഡ് ഇൻകം കിട്ടുക. ഡിവിഡൻഡ് ഇൻകത്തിൽ നിങ്ങൾ ലോൺ എടുത്താണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തത്, ലോൺ എടുത്താണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ആ ലോണിന് പലിശയുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ലോണിന് വേണ്ടി നീ മുടക്കുന്ന, ലോൺ എടുത്തു കഴിഞ്ഞാൽ പലിശ കൊടുക്കേണ്ടി വരുമല്ലോ. ആരും നമുക്ക് ഫ്രീ ആയിട്ടില്ല, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ബാങ്കുകൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വല്ല സ്വർണ്ണമോ ഇതൊക്കെ പണയം വെച്ചിട്ടൊക്കെ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടാവും. ആ ലോൺ എടുത്ത് നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആൻഡ് വി ആർ ഗെറ്റിംഗ് ഡിവിഡൻറ്റ്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, സെക്ഷൻ 57 പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലോണിന് നീ മുടക്കുന്ന പലിശ, ലോണിന് വേണ്ടി നീ ചിലവാക്കുന്ന പലിശ നിൻ്റെ ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. ബട്ട് ടു സർട്ടൻ ലിമിറ്റ്, അതിന് ലിമിറ്റ് ഉണ്ട്. ഡിവിഡൻറ്റിൻ്റെ 20% വരെ നിനക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നിനക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയെങ്കിൽ അത്ര ഉണ്ടായിരുന്നല്ലേ, ഇപ്പോൾ അത് ഒഴിവാക്കി. എന്തിനൊഴിവാക്കി, പറ്റത്തില്ല, അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഡിവിഡൻഡ് ഇൻകം, കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ഫുള്ളി ഇപ്പോൾ എന്തായി മാറുകയാണ്, ടാക്സബിളായി മാറും. അപ്പോൾ അതാണ്. ഇപ്പോൾ ഡിവിഡൻറ്റും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻകവും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകം, ഇനി നിനക്ക് അതിൽ നിന്ന് ഡിവിഡൻഡ് ഇൻകത്തിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഒന്നും കുറയാം, നമുക്ക് ആകെപ്പാടെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യം അതായിരുന്നു ഇൻട്രസ്റ്റ്. അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. യെസ്, no interest expense shall be allowed to be set off against such income, withdrawing the earlier limited deduction available. ലിമിറ്റഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, നേരത്തെ 20% ഓഫ് ദ ഡിവിഡൻഡ് ആയിരുന്നു നേരത്തെ അവൈലബിൾ ആയിരുന്നത്. അതിപ്പോൾ അങ്ങ് ഒഴിവാക്കി തന്നു. ഹാപ്പി. ഇനി CA-ക്കാരുടെ എന്താണ്, CA-ക്കാരെ അങ്ങേയറ്റം ആക്കാൻ പോകുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വൈകിയ ലേറ്റ് ഫീ കൊണ്ടുവരാൻ പോവാണ്. നേരത്തെ പെനാൽറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോസ് ചെയ്യുന്നതൊക്കെ വളരെ ചുരുക്കം കേസുകളിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 14ാമത്തെ വർഷമാണ്, ഇതുവരെ നമുക്ക് പെനാൽറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉള്ളത് പറയില്ല, ലേറ്റൊക്കെ ആയിട്ടുണ്ട്, ലേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, പെനാൽറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പെനാൽറ്റി മാറ്റി എന്ത് കൊണ്ടുവന്നിരിക്കുകയാണ്, ലേറ്റ് ഫീ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫീ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഫീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്, അല്ലെങ്കിൽ ഫീ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ അത് ഇത് ഡിഫക്റ്റീവായിപ്പോയി. നമുക്കത് ഫീ അടയ്ക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് അസസ്മെൻ്റ് അതിനകത്ത് വരും. റിട്ടേൺ നമുക്ക് പ്രോസസ്സ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് നോട്ടീസ് അപ്പം തന്നെ കിട്ടും. 143(1) തന്നെ നമുക്ക് ഇൻറ്റിമേഷനകത്ത് തന്നെ അത് അടിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ അത് അതിലോട്ട് ചേർത്താണ് ഇത് വച്ചിരിക്കുന്നത്.
ഈ വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ CA-കാരൻ്റെ ഉള്ള സമാധാനം കൂടി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ നോക്കിയേ, അണ്ടർ ഇൻകം ടാക്സ് അറ്റ് ഫെയിലിയർ ടു ഫയൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ് ഷാൽ അട്രാക്ട് എ ഫിക്സഡ് ലേറ്റ് ഫീ ഇൻസ്റ്റെഡ് ഓഫ് എ പെനാൽറ്റി. ഫിക്സഡ് late fee instead of a penalty. A fee of 75,000 shall be levied for a delay of up to 1 month. ഒരു മാസം വരെ വൈകിയ 75,000 രൂപയാണ് ഫീ. ഇവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കിട്ടുന്ന ഫീസ് എത്രയാണെന്നൊക്കെ CA-കാർക്ക് നന്നായിട്ട് അറിയാം. ഒരു സാധാരണ CA-കാരന് എത്ര ഫീസ് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഫീസ് ഡിമാൻഡിങ് കപ്പാസിറ്റി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയൊരു സംവിധാനം കൂടെ CA-കാരൻ്റെ വയറ്റത്തടിക്കുന്ന പുതിയ പരിപാടി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു തരം പ്രൊഫഷണൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് പ്രൊഫഷണൽസ് അല്ല, അതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ നിങ്ങളത് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും, ICAI, ICMA, ICSA എല്ലാവരെയും കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് മിത്രാസ് എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, MSMEകൾക്ക് ടയർ 2, ടയർ 3 സിറ്റീസിൽ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ കംപ്ലയൻസ് പ്രൊസീജിയറുകൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ ഫീസിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കോർപ്പറേറ്റ് മിത്രാസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അതായത് ഇനിയിപ്പോൾ ഇത് അതിൻ്റെ ഗൈഡ് ലൈനൊന്നും പുറത്തു വന്നിട്ടില്ല. ആരെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, ആദ്യം എലിജിബിൾ ആയിട്ട് എഴുതി വെച്ച് ആരാണ് ഇതിന് എലിജിബിൾ ആവുക എന്നൊക്കെയുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ TRP ടാക്സ് റിട്ടേൺ പ്രിപ്പയർ അതേ കൺസെപ്റ്റ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഇപ്പോഴും നാട്ടിലുള്ള TRPകളെല്ലാം കൂടി ഇനി കോർപ്പറേറ്റ് മിത്രാസാവും. എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഇവന്മാർ കയറിയിട്ട് എന്ത് ചെയ്യും? യെസ്, ഇപ്പോൾ ടാക്സ് റിട്ടേൺ ഫയലിംഗ് പണ്ട് പിടിച്ചുകൊണ്ട് പോയതുപോലെ ഇപ്പോൾ ഇനി ഇതായിരിക്കും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ചെറിയ നിസാര ഫീസിന് ചെയ്തു കൊടുക്കുക. അപ്പോൾ CA-കാരന്മാരെല്ലാം ഇനി ഇരുന്നാൽ മതി. കോർപ്പറേറ്റ് മിത്ര കൊണ്ടുവരട്ടെ. നമ്മൾക്ക് ഇനി എന്ത് ജോലി ചെയ്ത് ജീവിക്കും ഈ നാട്ടിൽ CA എന്ന് പറഞ്ഞിട്ട്. കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ CA ചാർജ് ചെയ്യുന്ന ഫീസ് കൂടുതലാണ്, MSMEക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണോ റിയാലിറ്റി ഈ നാട്ടിൽ? ഇവർ ഏത് CA കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്? ഏത് ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഫീസ് വാങ്ങുന്നത് കൂടുതലാണ് കൂടുതലാണെന്നൊക്കെ? ഓരോ സ്ഥലത്തും ഫീസ് വളരെ കുറവ് തന്നെയാണ്, ഡിമാൻഡിങ് പവർ വളരെ കുറവാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പണി വെച്ചിട്ട് ഫീസ് വളരെ കുറവാണ്. ചെറിയ ഫീസിന് ഇപ്പം തന്നെ ഈ ഫീസ് അണ്ടർ കട്ടിങ് എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. CA-കാർക്കിടയിൽ ഫീസ് അണ്ടർ കട്ടിങ് വലിയൊരു വിഷയമാണ്. അണ്ടർ കട്ട് ചെയ്ത് വർക്ക് പിടിച്ചുകൊണ്ട് പോകുന്നൊരു സെനാരി ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും CA-കാർ പാര വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് മിത്രാസ് വഴി പണി ഇപ്പോൾ വരാൻ പോവാണ്. ഇൻലൈനാണ്, കിട്ടിക്കോളും എല്ലാത്തിനും. പുതിയ വികസിത ഭാരതത്തിൻ്റെ ആണിതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ₹1,50,000 ഫോർ എ ഡിലേ എക്സീഡിങ് 1. ഒരു മാസം കഴിഞ്ഞ് അത് 1.5 ലക്ഷം രൂപയാക്കി തന്നിട്ടുണ്ട്. സോ ദിസ് അമെൻമെൻറ്റ് റീപ്ലേസസ് ദ ഏർലിയർ പെനാൽറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ലേറ്റ് ഫീ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ NRIസിന് പ്രോപ്പർട്ടി ബൈ ചെയ്യുന്ന കേസിൽ നമുക്ക് ടാൻ റിക്വയർമെൻറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, നമ്മളത് പറയണം. അപ്പോൾ ടാൻ ഇല്ലാതെ തന്നെ നമുക്കിനി NRIസിന് നമുക്ക് ടാക്സ് നമ്മളിപ്പോൾ നിലവിൽ 26 QB ചെയ്ത് ഈ പറയുന്ന റിട്ടേൺ 26 QB വഴി നമ്മൾ ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ TDS ഫയൽ ചെയ്യുന്ന പോലെ തന്നെ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും നമുക്ക് ടാൻ എടുക്കാതെ തന്നെ നമുക്ക് ഇനി മുതൽ ടാക്സ് പേയ്മെൻറ്റ് നടക്കുമ്പോൾ ടാക്സ് കട്ട് ചെയ്ത് അടയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു റിലീഫ് മെഷർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പ്രോപ്പർട്ടി വിൽപ്പന കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കും എന്നുള്ളതാണ്. ITRU അപ്ഡേറ്റ് റിട്ടേൺ പെർമിറ്റഡ് ഫോർ ലോസ് റിട്ടേൺ. നിങ്ങൾ ലോസ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നേരത്തെ ലോസ് ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അതായത് ലോസ് കാണിക്കാൻ വേണ്ടി അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ലോസ് നിങ്ങൾക്ക് കാണിക്കാം. നേരത്തെ ഓൾറെഡി ലോസ് കാണിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ലോസ് കുറച്ച് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, അപ്ഡേറ്റ് റിട്ടേൺ വിൽ ബി അലൗഡ് ടു ഫയൽ അപ്ഡേറ്റ് റിട്ടേൺ ഈവൻ വെയർ ദ ഒറിജിനൽ റിട്ടേൺ വാസ് എ ലോസ് റിട്ടേൺ പ്രൊവൈഡഡ് അപ്ഡേറ്റ് റിട്ടേൺ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ദി ലോസ്. Reduction of the loss earlier claimed. ആ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ദെൻ പിന്നെ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് ഈ PF ESI ഒക്കെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, നമ്മൾ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന തുക അത് കൃത്യമായി അക്കൗണ്ടിലേക്ക് കൃത്യസമയത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ
ഈ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്ന തുക നമുക്ക് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് സെക്ഷൻ 2 പഴയ നിയമത്തിലെ 2(22) പറയുന്നുണ്ട്. സെക്ഷൻ 2(24) പറയുന്നുണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന തുക നമുക്ക് ഇൻകമായിട്ട് കണക്കാക്കണം എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് PF കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ESI കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്തെടുത്താൽ അത് നമുക്ക് ഇൻകമാണ്. ഈ കളക്ട് ചെയ്തെടുത്ത ഇൻകം അത് നമുക്ക് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ലൈബിലിറ്റി അല്ല, ഇൻകമായിട്ട് കണക്കാക്കണം. ഇത് നമ്മൾ കൃത്യസമയത്ത് കൊണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ, കൃത്യമായ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ അത് നിങ്ങൾക്കതൊരു നിങ്ങളുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. അല്ലെങ്കിൽ ഏത് ഹെഡിലാണോ നിങ്ങളത് അതർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തെങ്കിൽ ഇതൊരു അതർ സോഴ്സ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം 57 പ്രകാരം. അല്ലെങ്കിൽ ബിസിനസ് ഇൻകമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ 36 പ്രകാരം നിങ്ങൾക്ക് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. പക്ഷേ നിങ്ങൾ കൃത്യസമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. കൃത്യം എന്ന് പറഞ്ഞാൽ PF-ലേക്ക് ഒരു മാസം ഇടുന്നതിന് ഡ്യൂ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ യു നീഡ് ടു ഡെപ്പോസിറ്റ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. പക്ഷെ അതിലിപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നു. അത് പറയുന്നത് നിങ്ങൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന തുക കൃത്യമായി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തില്ല, ആ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുന്നേ ഡെപ്പോസിറ്റ് ചെയ്ത്, അതായത് ഓൾറെഡി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഡിസലവൻസ് വരാതിരിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അസസ്മെൻറ്റ് ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ആയിരുന്നു. അതിപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലും അത് തന്നെ ആക്കി ഏകീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എംപ്ലോയർ കളക്ട് ചെയ്തെടുത്ത് അവൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി റോള് ചെയ്താൽ പോലും അവന് പേടിക്കാനൊന്നുമില്ല, അവന് ഡിസലവൻസ് വരില്ല എന്നുള്ളതാണ് അതിലും തെളിഞ്ഞിരിക്കുന്നത്. ഇതാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്? PF, ESI ഒക്കെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൃത്യസമയത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നില്ല? ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അത്രയും കാലം എംപ്ലോയർക്ക് ആ തുക എടുത്ത് എന്ത് ചെയ്യാം? റോൾ ചെയ്യാം. എംപ്ലോയിയുടെ പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതായത് 2026 ഏപ്രിലിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുക എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും മതി. 2027 ജൂലൈ 31 അല്ലെങ്കിൽ 2027 ഒക്ടോബർ 31 മുന്നേ എന്ത് ചെയ്താൽ മതി? ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഓഗസ്റ്റ്, ജൂലൈ അല്ല ഓഗസ്റ്റ് ആവും. ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 31 മുമ്പ്. അപ്പോൾ എത്ര നാൾ അവന് കയ്യിൽ വെക്കാമെന്നുള്ളതാണ്. യെസ്, നോക്കെ. ദ യൂണിയൻ ബഡ്ജറ്റ് 2026 proposes that employee contribution to PF, ESI and other welfare funds shall be allowed as a deduction if deposited on or before the due date of filing income tax return. Aligns the treatment of employee contribution with employer contribution applicable from assessment year 26-27 as provided in the finance bill 2026. കേട്ടിടത്തോളം മികച്ച ബഡ്ജറ്റ് തന്നെയല്ലേ? എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പ്രധാനമായി സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ സെയിലിനെ പറ്റിയിട്ടാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടിന് വിറ്റ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഒഴിവാക്കി. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് നമ്മൾ വാങ്ങി വിൽക്കുന്നതിന് നമുക്ക് നേരത്തെ എക്സംഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സോവറിൻ ഗോൾഡ് ബോണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യണം, മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളതിനെ റെഡീം ചെയ്യുമ്പോൾ വരുന്ന ക്യാപിറ്റൽ ഗെയിന് മാത്രമേ നിലവിൽ എക്സംഷൻ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് നമ്മൾ വിൽക്കുകയും ആ വിറ്റ ആൾ വീണ്ടും അത് വിൽക്കുന്ന ആ പരിപാടിക്ക് ഇനിയിപ്പോൾ ഒരു എക്സംഷൻ ഇല്ല. യെസ്, ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഓൺ റിഡംഷൻ ഓഫ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഷാൽ ബി അവൈലബിൾ ഓൺലി ടു ഒറിജിനൽ സബ്സ്ക്രൈബർ പ്രൊവൈഡഡ് ബോണ്ട് ഈസ് ഹെൽഡ് കണ്ടിന്യൂസ്ലി ടിൽ മെച്യൂരിറ്റി. സബ്സിക്വൻറ്റ് ട്രാൻസ്ഫറീസ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ എക്സംഷൻ. ഓക്കെ, സോ അതാണ് കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിനെ സംബന്ധിക്കുന്ന ഒരു പോയിന്റാണ് മാറ്റ്. ഇപ്പോൾ കമ്പനികളിൽ ഓൾഡ് ടാക്സ് റെജിം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ന്യൂ ടാക്സ് റെജിമിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ന്യൂ ടാക്സ് റെജിം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റ് ക്രെഡിറ്റ് കിട്ടുക. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, മാറ്റ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്ക് ഇനി മുതൽ ഫൈനൽ ടാക്സ് ആയിരിക്കും. മാറ്റിൻ്റെ പേരിൽ അടയ്ക്കുന്ന ടാക്സ് ഇനി മുതൽ മാറ്റ് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതായത് ഭാവിയിൽ വരുന്ന ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ മാറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായി കഴിയില്ല. അതാണ് ഇനി മുതൽ അത് ഫൈനൽ ടാക്സ് ആയിരിക്കും.
മാത്രവുമല്ല മാറ്റിൻ്റെ റേറ്റ് നിലവിലെ 15% നിന്ന് 14% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ മാറ്റ് ക്രെഡിറ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേ എന്ന് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ ന്യൂ റെജിമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ആ മാറ്റ് ക്രെഡിറ്റ് നിങ്ങളുടെ ലൈബിലിറ്റിയുടെ 1/4 അഡ്ജസ്റ്റ്, നിങ്ങളുടെ ലൈബിലിറ്റി എത്രയാണോ അതിൻ്റെ 1/4 25% ലൈബിലിറ്റി മാത്രമേ നിങ്ങൾക്ക് ഈ മാറ്റ് ക്രെഡിറ്റ് ഉപയോഗിച്ച് പേ ഓഫ് ചെയ്യാനും കഴിയത്തുള്ളൂ. ആണ് മാറ്റ് ക്രെഡിറ്റിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. മറ്റൊരു ഇൻകം ടാക്സിൽ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് അപ്ഡേറ്റഡ് റിട്ടേൺ. അപ്ഡേറ്റഡ് റിട്ടേണിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ 4 വർഷങ്ങളിലെ റിട്ടേൺ അപ്ഡേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ അറിയാം 25%, 50%, 60%, 70% അഡീഷണൽ ടാക്സ് അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ മുമ്പിലത്തെ ബഡ്ജറ്റിൽ തന്നെ ഈ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് കൂട്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സംഭവം കൂടി വന്നിട്ടുണ്ട്. അതായത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കെതിരെ ഒരു റീ അസസ്മെൻറ്റ് പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫയൽ ചെയ്യാനായിട്ട് കഴിയില്ല. റീ അസസ്മെൻറ്റ് പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പറയാണ്, നിങ്ങൾക്കെതിരെ റീ അസസ്മെൻറ്റ് പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്താലും നിനക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷേ നീ എന്ത് ചെയ്യണം, നീ ഇപ്പോൾ ഓൾറെഡി 4 വർഷം കഴിഞ്ഞു, നിനക്കിപ്പോൾ 70%, നിനക്കിപ്പോൾ വേണമെങ്കിൽ 70% അഡീഷണൽ ടാക്സോട് കൂടി നിനക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിനക്കതൊരു റീ അസസ്മെൻറ്റ് വന്നു. അപ്പോൾ നിനക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ നിലവിൽ നിനക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഈ പുതിയ പ്രപ്പോസൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഈ 70% പേ ചെയ്ത് പ്ലസ് ഒരു 10% കൂടി എന്ന് പറയുമ്പോൾ 80% പേ ചെയ്താൽ നിനക്ക് എന്ത് ചെയ്യാം, ഈ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റം. മനസ്സിലായോ? അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ നമ്മളെ കൊണ്ട് അതായത് അസസ്മെൻറ്റിനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്കെതിരെ അസസ്മെൻറ്റ്, ഈ പറയുന്ന നോട്ടീസ് എല്ലാം ഇപ്പോൾ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നോട്ടീസൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചോണം. നോട്ടീസ് ചറപറാന്ന് വരുന്ന നോട്ടീസിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൃത്യമായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലതും അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം എഴുതി കൂട്ടി അടയ്ക്കാനുള്ള ടാക്സും കാൽക്കുലേറ്റ് ചെയ്ത്, അഡീഷണൽ ടാക്സും കാൽക്കുലേറ്റ് ചെയ്ത്, അതിൻ്റെ മേളിൽ ഒരു എക്സ്ട്രാ 10% കൂടി ചേർത്ത് എന്ത് ചെയ്താൽ മതി, അഡീഷണൽ 10% കൂടി ചേർത്ത് അടച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുന്ന കാര്യം ആലോചിക്കാം. അതാണ് ഓക്കെ. പിന്നെ ഒരു പോയിന്റ് പറയുന്നത്, കൊള്ളാവുന്നൊരു പോയിന്റ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. ഒന്ന്, ഈ മോട്ടോർ വെഹിക്കിൾ, അത് കുറേ കാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ട്രൈബ്യൂണൽ ഉണ്ടല്ലോ, മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണൽ. ഈ ട്രൈബ്യൂണൽ നമുക്ക് നഷ്ടപരിഹാരം വിധിക്കും. ആ കിട്ടുന്ന നഷ്ടപരിഹാരത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. ഇത് കാലങ്ങളായിട്ട് അത് എക്സംപ്റ്റഡ് ആണ്. അത് നമുക്ക് നിയമത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. ഒരുപാട് കേസ് ലോസ്, കോടതി വിധികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല, ആ കിട്ടുന്ന കോമ്പൻസേഷൻ. പക്ഷേ ഈ കോമ്പൻസേഷൻ പലപ്പോഴും കറക്റ്റ് സമയത്ത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിത്ത് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക. കാരണം ഈ ആക്സിഡൻ്റ് ഒക്കെ നടന്ന് കാലങ്ങൾക്ക് ശേഷമായിരിക്കും വിധി വന്ന് കോമ്പൻസേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി വരും, ഇൻട്രസ്റ്റ് കൂടി നമുക്ക് വരികയാണ്. അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ കോമ്പൻസേഷൻ്റെ കൂടെ പ്ലസ് ഇൻട്രസ്റ്റ് കൂടി ചേർത്താണ് നമുക്ക് വരുന്നത്. ആ ഇൻട്രസ്റ്റ് പക്ഷേ ഇൻകം ആയിരുന്നു, അതിന് ടാക്സ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറച്ചു വയ്ക്കാനും പറ്റത്തില്ല, നമുക്ക് ഡിക്ലെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ ടാക്സബിൾ ഇൻകം, വാസ് എ ടാക്സബിൾ ഇൻകം. ഇപ്പോൾ അതിന് എക്സംഷൻ കൊടുക്കും, നല്ലൊരു കാര്യം. അപ്പോൾ ഇനി മുതൽ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൻസേഷൻ എമൗണ്ടിന് നമുക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിനെല്ലാം തന്നെ നിലവിൽ പഴയ സെക്ഷൻ 68, 69, 60 ഈ പറയുന്ന സെക്ഷനുകൾ ഉണ്ടായിരുന്നല്ലോ. 68, 69, 69A മുതൽ 69E വരെയുള്ള സെക്ഷൻസ് ഉണ്ട്. 115BB സെക്ഷൻ പ്രകാരം 60% ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നാണ് നമ്മൾ തന്നെ പറയാം. അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിനെല്ലാം നമ്മൾ 60% ടാക്സ് വരിക, പ്ലസ് 25% സർചാർജ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ റേറ്റ് 30% കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ മേളിൽ സെപ്പറേറ്റ് പെനാൽറ്റി ഇനി മുതലില്ല. മെയിൻ
പെനാൽറ്റി തന്നെയാണുള്ളത്. അതായത് നിങ്ങൾ ടാക്സ് മറച്ചു വെക്കുന്നതിന് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെച്ച ഇൻകത്തിൻ്റെ മേളിൽ പെനാൽറ്റി നിങ്ങൾക്ക് 200%, ടാക്സിൻ്റെ 200% വരെ പെനാൽറ്റി. അതിലേക്ക് ഇതിൻ്റെ പെനാൽറ്റി കൂടെ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60%-ൽ നിന്ന് 30%-ലേക്ക് മാറ്റിയിട്ടുണ്ട്. 30% ഫ്രം 60%. പിന്നെ മാൻ പവർ സപ്ലൈ ഒരു വർക്കായിട്ട് പരിഗണിക്കും. അപ്പോൾ വർക്കായിട്ട് പരിഗണിക്കുമ്പോൾ നമ്മുടെ പഴയ സെക്ഷൻ 194C, പുതിയ സെക്ഷനകത്ത് 393 ആണ് സെക്ഷൻ. TDSനെല്ലാം ഒറ്റ സെക്ഷനാണ്. പിന്നെ അതിനെല്ലാം പുതിയ രീതിയിലെല്ലാം മാറ്റമുണ്ട്. അതിനെല്ലാം ഇപ്പോൾ ഷെഡ്യൂൾ വൈസാണ് TDS കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെഡ്യൂളിനകത്ത് ഇന്ന പാരഗ്രാഫിനകത്താണ് അത് പറയുന്നത്. പുതിയ സെക്ഷൻ 393 എന്ന് പറയുമ്പോൾ അത് എല്ലാ ഇതിനും കൂടിയാണ്. എല്ലാ സെക്ഷനുകളും ഈ 390 TDSൻ്റെ എല്ലാം പുതിയ നിയമത്തിനകത്ത് 393-നകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇനി മുതൽ സപ്ലൈ ഓഫ് മാൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കായിട്ട് കണക്കാക്കും. വർക്കാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ പഴയ 1% 2% TDS റേറ്റ് ആണ്, 194Cയുടെ റേറ്റ് ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ നോൺ ഡിസ്ക്ലോഷർ അസറ്റ്സ് അതർ ദാൻ ഇമൂവബിൾ വിത്ത് ആഗ്രിഗേറ്റ് ലെസ് ദാൻ 20 lakhs, അതായത് നോ പെനാൽറ്റി. അത് നമ്മൾ ഈ പറയുന്ന ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കേസിൽ, നിങ്ങളൊരു റെസിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഫോറിൻ അസറ്റ്സ്, ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ ഫോറിൻ അസറ്റ് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി ലെവി ചെയ്തിരുന്നു. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള അസറ്റ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതെ വിട്ട്, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫോറിൻ കമ്പനികളുടെയൊക്കെ ഷെയർ ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കമ്പനികളിലൊക്കെ എംപ്ലോയി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഹോൾഡിംഗ് കമ്പനി വിദേശത്തായിരിക്കും. നമ്മൾ ഇന്ത്യക്കകത്തുള്ള കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഈ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി പുറത്തായിരിക്കും. ആ കമ്പനി നമുക്ക് ഷെയർ ഒക്കെ തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വിദേശത്താണ് ആ ഷെയർ. ഇതൊക്കെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ITR 2 നമ്മൾ ഡിക്ലെയർ ചെയ്ത് പോകേണ്ടതാണ്. നമ്മൾ ഡിക്ലെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും. ഇപ്പോൾ ആ പെനാൽറ്റി അവർ 20 ലക്ഷം രൂപ വരെയുള്ള അസറ്റിന് പെനാൽറ്റി ഒഴിവാക്കിയാണ്. വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് 1/10/2024 മുതൽ ഇത് നിലവിൽ വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പരസ്പരം കൊടുക്കുന്ന ഡിവിഡൻറ്റുകൾക്ക് ഇപ്പോൾ ഡിഡക്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ആ ഡിഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. പഴയ നിയമത്തിലുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ അത് ഇല്ലായിരുന്നു. അപ്പോൾ അത് പുതിയ നിയമത്തിൽ കൂടി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പരസ്പരം കൊടുക്കുന്ന ഡിവിഡൻറ്റുകൾക്ക് എക്സംഷൻ കിട്ടും. അതായത് ഇപ്പോൾ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻറ്റ്, നമ്മളൊരു സൊസൈറ്റിയാണ്, മറ്റൊരു സൊസൈറ്റിയിൽ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടി. ഈ ഡിവിഡൻറ്റിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവിഡൻറ്റ് മറ്റ് സൊസൈറ്റികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ അവിടെ എത്രയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ദ ഡിവിഡൻറ്റ് വിച്ച് യു ഹാവ് റിസീവ്ഡ് വിൽ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി, നമ്മൾ 80,000 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 80,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിക്ക് 80,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, 20,000 രൂപ ടാക്സബിൾ ആവും. അതാണ്. ദെൻ മറ്റൊന്ന് ഡിവിഡൻറ്റ് ഇൻകം റിസീവ്ഡ് ബൈ നോട്ടിഫൈഡ് നാഷണൽ ഫെഡറൽ കോപ്പറേറ്റീവ്. ചില നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ദേശീയ ഫെഡറൽ കോപ്പറേറ്റീവ് സംവിധാനങ്ങൾക്ക് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റുകൾക്ക് എക്സംഷൻ ഉണ്ട്. പ്രൊവൈഡഡ് അവർ നടത്തുന്ന 31/1/2026 വരെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പുറത്ത് കിട്ടുന്ന ഡിവിഡൻറ്റുകൾക്കായിരിക്കും ഇവർക്ക് ഇത് കിട്ടുക. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിന് കുറച്ചുകൂടിയൊക്കെ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ളൊരു പോയിൻ്റാണ്. എക്സ്പേർട്ട് എന്നുള്ള വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പേർട്ട് എന്ത് എക്സ്പേർട്ടാണെന്ന് കൂടുതൽ നിയമം വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എക്സ്പേർട്ടുകൾക്ക് ഗ്ലോബൽ ഇൻകം, അതായത് ഇപ്പോൾ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു എന്ത് മേഖലയിൽ വേണമെങ്കിലും ആകും. ഫൈനാൻസ് എക്സ്പേർട്ട് ആകാം, അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാം, മെഡിസിൻ ഫീൽഡിൽ, ലീഗൽ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ആവാം, ടെക്നിക്കൽ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ആകാം. നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു, ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ വന്ന് ജോലി ചെയ്ത് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, മേ ബി നിങ്ങൾ റെസിഡൻ്റ് ആയി പോയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളൊരു എക്സ്പേർട്ടായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ സോഴ്സിന് മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. നിങ്ങളുടെ ഗ്ലോബൽ ഇൻകത്തിന് യു ഡോണ്ട് നീഡ് ടു പേ ടാക്സ്. ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് നമുക്ക് പിന്നെ വേറൊരു സംഭവം. നമുക്ക് ഈ നോ TDS അല്ലെങ്കിൽ ലോ TDS വേണ്ടിയിട്ട് നമുക്ക് അസസിങ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഇനി ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി നമുക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പുതിയൊരു അമെൻമെൻ്റ് ആണത്. പിന്നെ വന്നിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഇത് നമുക്കൊരു പ്രത്യേക ഏരിയ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫാസ്റ്റ് DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ അസറ്റ് ഓഫ് സ്മോൾ ടാക്സ് പേയേഴ്സ്, ഫോറിൻ അസറ്റ്സ് ഓഫ് സ്മോൾ ടാക്സ് പേയേഴ്സ് ഡിസ്ക്ലോഷർ സ്കീം 2026 എന്ന് പറയുന്നത് പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ബ്ലാക്ക് മണി പ്രിവെൻഷൻ ആക്ട് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഈ നിയമപ്രകാരം ഇൻകം ടാക്സുമായിട്ട് അലൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന നിയമമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഇന്ത്യക്ക് പുറത്ത് ഇൻകമോ അസറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ
അവരത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. അസറ്റ് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂവിന് തുല്യമായിട്ടുള്ള പെനാൽറ്റി നമ്മുടെ മേളിൽ എന്ത് ചെയ്യും, ചുമത്തപ്പെടും. പക്ഷേ ഈ ചെറിയ ചെറിയ ടാക്സ് പേയേഴ്സ്, അതായത് അതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ സ്കീം നമുക്ക് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്കീം പഠിച്ച് നമുക്ക് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇതൊരു വലിയ ഒരു ആശ്വാസമാണ് വിദേശത്ത് അസറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. അവർക്ക് അവരുടെ അസറ്റുകൾ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്ത് പെനാൽറ്റിയിൽ നിന്നും ടാക്സിൽ നിന്നും ഒഴിവാകാനുള്ളൊരു അവസരമാണിത്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന സംഭവത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഓവറോൾ പുതിയ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒട്ടുമേ നമുക്ക് നല്ലതെന്ന് പറയാനായിട്ട് ചില പോയിന്റുകൾ ഒഴിച്ച് ഒരു നിരാശ തരുന്ന തരത്തിലുള്ള ഓവറോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ആമയാണല്ലോ കിട്ടിയത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇൻകം ടാക്സിലേക്ക് വരുമ്പോഴും ഓവറോൾ നമുക്ക് അത്ര സുഖകരമല്ലാത്ത കുറേ കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇൻകം ടാക്സ് പഠിച്ചവർക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കുറേ കൂടിയൊക്കെ മനസ്സിലാവും. അത് മറ്റ് കണ്ണുകളിലൂടെ കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. ഇത് ഏത് തരത്തിലാണ് ഒരു സാധാരണക്കാരനെ ബാധിക്കുക എന്നുള്ളത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓവറോൾ നമുക്ക് ആസ് എ മലയാളി നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇൻകം ടാക്സിനകത്തും വലിയ നേട്ടങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് ഇല്ല. പൊതുവെ ഓൾ ഓവർ ഇന്ത്യ സാധാരണക്കാരന് ഫേവറബിൾ അല്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് പെർസ്പെക്റ്റീവിൽ. യെസ്, ഇനി GST ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. GST വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സെക്ഷൻ 15(3) പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ടുകളെ പറ്റി പറയുന്നുണ്ട്. പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ടുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഒരു പ്രയർ എഗ്രിമെൻ്റ് ഉണ്ടാവണം. സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിലൊരു പ്രയർ എഗ്രിമെൻ്റ് ഉണ്ടാവണം. ഈ എഗ്രിമെൻ്റ് പ്രകാരമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സപ്ലയർ എന്ത് ചെയ്തിരിക്കണം, ഒരു ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണം. ഇപ്പോൾ ഈ പ്രയർ അഗ്രിമെൻ്റ് എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, സോ ഇതൊരു സിംപ്ലിഫൈഡ് റിക്വയർമെൻറ്റ്. പ്രീ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഫോർ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് ഈസ് റിമൂവ്ഡ്. അത് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിലവിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറി രണ്ടാമതൊരു സംഭവം പ്ലേസ് ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ഇൻ്റർമീഡിയറി സർവീസുകൾ ഇപ്പോൾ 13(8) പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ എടുക്കാനാണ് പറഞ്ഞിരുന്നത്. ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഇപ്പോൾ ഇൻ്റർമീഡിയറി സർവീസിൻ്റെ കേസിൽ നിങ്ങളത് ഇൻ്റർമീഡിയറി സർവീസിനെ 13(8) പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ അതെടുത്ത് നേരെ ജനറൽ റൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ 13(2) കൊണ്ടുവന്നിട്ടുണ്ട്. ഡീഫോൾട്ട് സെക്ഷനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യക്ക് പുറത്തുനിന്ന് നിങ്ങൾ ഇൻ്റർമീഡിയറി സർവീസ് സ്വീകരിച്ചാൽ നന്നായിരിക്കും. പുറത്തുനിന്ന് നിങ്ങൾ ഇൻ്റർമീഡിയറി സർവീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഇപ്പോൾ ഏതായിരിക്കും, ഇന്ത്യ ആയി മാറില്ല. കാരണം അതിനകത്ത് പറയുന്നത് 13(2) പ്രകാരം ഏതാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ലൊക്കേഷൻ ഓഫ് സർവീസ് റെസിപ്പിയൻ്റാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അതിൻ്റെ മേളിൽ GST വരും എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. യെസ്, മറ്റേത് അപ്പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുമായിരുന്നു, പലതും പറഞ്ഞു. ഇപ്പോൾ ഇനി അത് നടക്കത്തില്ല. ഓക്കെ, ദെൻ അതുപോലെ സർവീസസ് പ്രൊവൈഡഡ് ടു ഫോറിൻ ക്ലയൻസ് ക്വാളിഫൈ ആസ് എക്സ്പോർട്ട് ഓഫ് സീറോ റേറ്റഡ് സപ്ലൈ. ഫോറിൻ ക്ലയൻറ്റ് ഇനി സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, നല്ല കാര്യം. യെസ്, പിന്നെ റീഫണ്ട് പ്രൊവിഷൻ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ പ്രൊവിഷണൽ റീഫണ്ട് എക്സ്റ്റൻഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ ഇൻപുട്സിൻ്റെ GST റേറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ GST റേറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ എന്തുണ്ടാവില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മുഴുവൻ വന്ന് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ അത് കാരണം നമുക്ക് അധികം ടാക്സ് പേയബിൾ വരാറുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാമായിരുന്നു എക്സസ് ഇൻപുട്ട് ടാക്സ്. ഇത് പ്രൊവിഷണൽ ബേസിസിലൂടെ നമുക്ക് ഇനി എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി പ്രൊവിഷണൽ റീഫണ്ട് നമുക്ക് നേരത്തെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറുകൾക്ക് ഇല്ലായിരുന്നു, റീഫണ്ടുകൾക്ക് ഇല്ലായിരുന്നു. അതുകൂടി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ്. യെസ്,
ദെൻ റിമൂവൽ ഓഫ് ത്രഷോൾഡ് ലിമിറ്റ് ഫോർ സാങ്ഷൻ ഓഫ് സർട്ടൺ റീഫണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്. അങ്ങനെ ഓരോ വിഷയവുമായിട്ട് എടുത്ത് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ജനറലി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കുറേ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് കൂടുതൽ ഡിസ്കഷനുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ബൈ.